ഇന്ത്യയും സൗദി അറേബ്യയും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം ചർച്ചയായത്. ദ്വിരാഷ്ട്ര ചർച്ചകളിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യ അപലപിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സുസ്ഥിരതയ്ക്കുള്ള സുപ്രധാന ശക്തിയാണ് സൗദി അറേബ്യയെന്ന് ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സ്ഥിതി വളരെ ആശങ്കാജനകമാണ്, പ്രത്യേകിച്ച് ഗാസയിലെ സംഘർഷം. ഭീകരവാദത്തെ ഞങ്ങൾ അപലപിക്കുന്നു. നിരപരാധികളായ സാധാരണക്കാരുടെ തുടർച്ചയായ മരണത്തിൽ ഞങ്ങൾ വളരെ വേദനിക്കുന്നു. രാജ്യാന്തര മാനുഷിക നിയമം കണക്കിലെടുത്ത് വേണം ഏതൊരു പ്രതികരണമെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള രാഷ്ട്രീയ, തന്ത്രപര, വ്യാപാര ബന്ധങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിനെ കീഴിലുള്ള രാഷ്ട്രീയ, സുരക്ഷ, സാമൂഹിക, സാംസ്കാരിക സഹകരണ സമിതിയുടെ രണ്ടാം യോഗത്തിൽ 2 വിദേശകാര്യമന്ത്രിമാരും സഹ അധ്യക്ഷരായിരുന്നു. അതേസമയം ഗാസ മുനമ്പിലെ യുദ്ധം തടയുന്നതിനെ സംയുക്ത പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് സൗദി ക്യാബിനറ്റ് തീരുമാനമെടുത്തു. അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഫലം ചെയ്യുമെന്നാണ് ക്യാബിനറ്റിന്റെ വിലയിരുത്തൽ. മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാൻ സംയുക്ത പ്രവർത്തനങ്ങൾ ഫലം ചെയ്യുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന ക്യാബിനറ്റ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു.